ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എൻ്റെ ബാക്ക് പെയിനാണ്. ബാക്ക് പെയിൻ ഇഷ്യൂ നേരിട്ട് ഞാൻ അതിനെ ഓവർകം എങ്ങനെ ചെയ്തു, എന്തൊക്കെ എന്നെ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ചാനൽ തുടങ്ങിയത്. ബിക്കോസ് ഞാൻ ഈ ബാക്ക് പെയിനെ കൊണ്ട് ഒരുപാട് ഇമോഷണലി ആൻഡ് മെൻ്റലി എഫക്റ്റ് ചെയ്ത ഒരാളായിരുന്നു. ആൻഡ് ഫിസിക്കലി ഭയങ്കരമായിട്ട് ഞാൻ ലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. അപ്പം 2017 ഞാൻ MBA സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരു ഇൻറ്റേൺഷിപ്പിന് പോയിരുന്നു. അതൊരു സ്പോർട്സ് കമ്പനിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സ്പോർട്സ് കമ്പനിയിലാണ്, ഡിക്കാത്ലോൺ എന്ന് പറയുന്നത്. സോ അവിടെ കുറേ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എക്യുപ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് ഡംബൽസ്, അങ്ങനെ കുറേ. അപ്പം വൺ ഡേ ഞാൻ അവിടെ ഉള്ളൊരു ഭാഗമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 kg ഡംബലാണെന്ന് തോന്നുന്നു. ആ ഡംബൽ ഞാൻ സ്പോർട്സ് കമ്പനി വിത്തൗട്ട് പ്രോപ്പർ ഒരു എൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലാണ്ട് ഞാനത് എടുത്തു. അപ്പോൾ എടുത്ത സെയിം സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കോച്ച് ഇൻ ദ സെൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു മാനേജർ പോലെ ഒരാളുണ്ടാവും. അവിടുത്തെ കോച്ച് എന്നോട് പറഞ്ഞു, ഡോണ്ട് ടേക്ക് ദിസ്, അവിടെ നടു വേദന എടുക്കും എന്നുള്ളത്. ബട്ട് ഞാൻ അപ്പോഴത്തേക്ക് എടുത്തിരുന്നു എൻ്റെ കയ്യിലോട്ടേക്ക്. അത് ഞാൻ എടുത്ത് പൊന്തിച്ചു. ഞാൻ മൊമെന്റ് എടുത്തുപോയി. എനിക്ക് അപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു ½ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു വേദന സ്റ്റാർട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, അതെന്തോ മിസ്റ്റേക്ക് ആയിട്ടുണ്ട് ഞാൻ എടുത്തത് എന്നുള്ളത്. പിന്നെ എനിക്ക് തീരെ പറ്റാതായി, കടച്ചിൽ പോലത്തെ ഒരു വേദനയൊക്കെ വരാൻ തുടങ്ങി. അപ്പം എന്നോട് അവർ പറഞ്ഞു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നില്ല പറഞ്ഞു. അപ്പം ഞാൻ ഇത് ബാംഗ്ലൂരാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ആൾ പറഞ്ഞു, ഇങ്ങനെ വെയിറ്റ് എടുത്തത് കാരണം ഒരു ചെറിയ ഇത് വന്നതാണ്, നമുക്ക് വേണമെങ്കിൽ മരുന്നെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം 2 days റെസ്റ്റ് കൊടുക്കണം. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ മരുന്നെടുത്തു. 2 days റെസ്റ്റ് എടുത്തപ്പോൾ അത് കുറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വർക്കിന് പോയി. ആൻഡ് അതൊക്കെ കഴിഞ്ഞു. ഞാൻ കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വന്നിട്ട് 2 months കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 3 month കോൺസ്റ്റൻ്റായിട്ട് ഈ കടച്ചിൽ പെയിൻ വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കോൺസ്റ്റൻറ്റ് പെയിൻ ഇൻ ദ സെൻസ് എല്ലാ ഡേയും പെയിനാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഡേയും ഭയങ്കര പെയിനല്ല, എന്നാലും ഒരു കടച്ചിൽ പോലത്തെ ഒരു പെയിൻ കിടന്ന്. ഞാനത് വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അപ്പം ഞാനത് സഹിച്ചു പിടിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾ അങ്ങനെ പോയി. എൻ്റെ അത് ഇത് ഒരു 2017 ലാസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റായി ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആകാൻ പോയി എന്നാണ്. അപ്പം പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ മുട്ടിലോട്ട് എനിക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലുംബാർ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള അവിടെ ആയിരുന്നു നടുവേദന ഉണ്ടായിരുന്നത്. നടുവേദന ഒരു ചെറിയൊരു പെയിൻ പോലെ ഉണ്ടായിരുന്നത് ആദ്യം. പിന്നെ എനിക്കതിൻ്റെ ലെഫ്റ്റ് മുട്ടിലോട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കാലിൽ ചെറിയൊരു ഷോക്ക് അടിക്കുന്ന പോലെ ഫീലിംഗ് വരാൻ തുടങ്ങി. എനിക്ക് ഒരു ഷോക്ക് അടിക്കുന്ന പോലുള്ളൊരു വേദന. കിടന്നെണീക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ബട്ട് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പെയിനും പോലെ ഇത് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലെവലിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് കാര്യം പറഞ്ഞു, എനിക്ക് പറ്റണില്ല, അപ്പം ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ട്, ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഫേമസ് എല്ലാവരും കാണിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ ഇങ്ങനെ അധികം ഞങ്ങളുടെ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിന് ആൾക്കാർ അവിടെയാണ് പോവാറ്. അപ്പം ഞാനവിടെ പോയപ്പോൾ ആള് എക്സ്റേ ഒക്കെ നോക്കിയപ്പോൾ ചെറിയൊരു ഇതുണ്ട്, സ്പ്രെയിൻ കാണുന്നുണ്ട്, നമുക്ക് നല്ല പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് എടുക്കാൻ പറ്റും. എനിക്ക് പെയിൻ കില്ലർ മാത്രം തോന്നി അങ്ങനത്തെ ഒരു. അപ്പം എനിക്ക് പിന്നെ എൻ്റെ കോളേജ് അപ്പോഴത്തേക്കും കഴിഞ്ഞു. 2018 ഞാൻ എൻ്റെ PG പാസ് ഔട്ട് ജോലിക്ക് പാസ് ഔട്ട് ആയതിനു ശേഷം പിന്നെ എനിക്ക് 2 hours കോൺസ്റ്റന്റ് പെയിൻ. എൻ്റെ വീട്ടിൽ തിരിച്ചു യാത്ര ചെയ്യാൻ പോലും പറ്റാതെ അങ്ങനെയുള്ളൊരു ലെവലിൽ പറ്റാണ്ടായി. ഇപ്പോൾ ഇതെൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കാൻ തുടങ്ങി, എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഇത് ബാധിക്കാൻ തുടങ്ങി.
എൻ്റെ ഫാദർ പിന്നെ ഞാൻ ഈ ഡോക്ടർ തന്ന പെയിൻ കില്ലർ എടുത്തപ്പോൾ അത് കുറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അത് പോയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞാനൊരു ജോലിക്ക് കയറി. പെട്ടെന്ന് തന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ജോലിക്ക് കയറി. പക്ഷേ ജോലിക്ക് കയറിയ എൻ്റെ കമ്പനി റെഫർ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. അപ്പോൾ എനിക്കൊരു 2 hours യാത്ര. രാവിലെ ഒരു 2 മണിക്കൂർ തിരിച്ചിങ്ങോട്ടേക്ക് 2 മണിക്കൂർ. അപ്പോൾ യാത്ര ചെയ്തപ്പോൾ ഞാൻ മംഗലാപുരം സൈഡാണ് പോവാറ്. അപ്പം ഞാൻ പോയത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിലാണ്. അതൊരു അത്യാവശ്യം ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോയപ്പം ആണ് എനിക്ക് മനസ്സിലായത് ഓർത്തോപീഡിയാക്സിൽ തന്നെ ഒരുപാട് ടൈപ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതായത് കയ്യിലുണ്ട്, കൈക്ക് വേണ്ടിയിട്ടൊരു ഓർത്തോപീഡിയാക്സ് ഉണ്ട്, കാലിന് വേണ്ടിയിട്ട് ഈ വെർട്ടിബ്രേക്ക് മാത്രമായിട്ടുള്ള ഒരാളുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോന് ആൾ കയ്യിൽ, അതായത് ഹാൻഡ് സ്പെഷ്യലൈസ്ഡാണ്, ഹാൻഡിന് മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ട് ഞങ്ങളൊരു ന്യൂറോ സ്പൈനൽ സർജൻ ഇവരെയാണ് കൺസൾട്ട് ചെയ്തത്. ആ ഡോക്ടർ പേര് ഡോക്ടർ മൃണാൾ ഷെട്ടി, വെരി യങ് ഡോക്ടർ, വൈബ്രൻറ്റ് ഡോക്ടർ. അവിടെ പോയി ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി ആൻഡ് നിങ്ങളാരും വിശ്വസിക്കില്ല, അവിടെ എത്രത്തോളം കൺസൾട്ടിങ് ഫീ ആയാലും എല്ലാം വളരെ ചെറുതാണ്. നിങ്ങളൊരു 100 രൂപ കൊടുത്തിട്ടോ 200 രൂപ കൊടുത്തിട്ട് ഒരു ചെറിയൊരു കാർഡ് ഉണ്ടാക്കണം, അവിടുത്തെ മെമ്പർ കാർഡ് കൊടുത്ത് വെറും 2 rupeesന് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ആ ഡോക്ടറെ. പിന്നെ അതൊരു ഒരു കോളേജും കൂടിയാണ്. ലൈക്ക് അവിടെ കോളേജ് കുട്ടികൾ, ഡോക്ടേഴ്സും എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പഠിപ്പിക്കുന്ന ഒരു കോളേജും കൂടിയാണ് ഫാദർ മുള്ളേഴ്സ്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട് പഠിക്കുന്നതും. അപ്പം ഒരുപാട് ആൾക്കാർ വരുന്നൊരു ഹോസ്പിറ്റൽ. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് എത്തി സംസാരിച്ചു. ഇതാണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് സാറിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളിനോട് ഫസ്റ്റ് ചോദിച്ചത് വെയിൽ കൊള്ളാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വെയിൽ കൊള്ളാറില്ല. പാല് കുടിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പാലും കുടിക്കാറില്ല. അപ്പം എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്ന് ആളൊന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് ഞാൻ ട്രെയിനിൽ ഫാദർ മുള്ളേഴ്സിലെത്തിയ സമയത്തില്ലേ ഞാൻ ലിറ്ററലി കരയായിരുന്നു. എന്ന് പറഞ്ഞാൽ വേദന, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഇതൊക്കെ ഞാൻ ആ സാറിനോട് പറഞ്ഞിട്ട് കരഞ്ഞു ലിറ്ററലി. കാരണം വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ വളരെ ശാന്തമായിട്ട് ഇല്ല, ഒന്നും പ്രശ്നമില്ല, കുഴപ്പമില്ല, ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഒരു 3 months ഞാൻ മരുന്ന് തരാം, പിന്നെ ഞാൻ ഒരു എക്സസൈസ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ തരുന്ന ലെറ്റർ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ കുറച്ച് എക്സസൈസൊക്കെ എഴുതി തന്ന്. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ മരുന്ന് തന്നല്ലോ, ഇനിയിപ്പോൾ കുറയുമല്ലോ, എന്തായാലും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ കുറയും എന്നുള്ളത്. കാരണം ഞാനൊരു ലെവലിലെത്തി, വേദന സഹിക്കാൻ പറ്റാത്ത വേദന. മീൻസ് എനിക്ക് നടു മാത്രമല്ലാണ്ടായി, എൻ്റെ കാലിൻ്റെ അടിയിലോട്ട് പാദത്തിൻ്റെ അടിയിൽ വരെ വേദന. മീൻസ് സത്യം പറഞ്ഞാൽ ഒരു തീയിൽ ഇട്ട ഫീലിംഗ് ഉണ്ടാവില്ല. ഞാൻ വേദന എവിടെയെങ്കിലും കുറച്ച് നടന്നാലൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് ഞാൻ കാല് തണുത്ത വെള്ളത്തിൽ കാല് മുക്കി വെക്കും. അപ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ആ ഒരു ലെവലിലാണ് ഞാൻ ഈ ഡോക്ടറെ കാണുന്നത്. കാരണം എന്തെങ്കിലും ചെയ്ത് എൻ്റെ വേദന കുറക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായത്. അപ്പം നടു മാത്രമല്ല, പിന്നെ അതെനിക്ക് ഈവൻ ഇരുന്നിട്ട് തല ഒന്ന് താഴ്ത്താൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എൻ്റെ പൊടി മൊത്തം അറിയുമായിരുന്നു. 5 minute കൂടുതൽ എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ട്രെയിൻ കയറി മംഗലാപുരത്ത് എത്തുമ്പോഴത്തേലും ഞാനൊരു സൈഡായി, വേദന സഹിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ അവിടെ ഒരു കുട്ടീനെ കണ്ടു, ഇതേപോലെ ഡോക്ടറെ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ ആ കുട്ടിയും എൻ്റെ നാട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിയായിരുന്നു, വെറും +2 പഠിക്കുന്നൊരു കുട്ടി. ഞാൻ PG കഴിഞ്ഞ് 23 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് നടുവേദന വരുന്നത്. കുട്ടിക്ക് വെറും 18 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി വരുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തുനിന്നും ആ കുട്ടിയെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും, നമ്മുടെ നാട്ടിലെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും സർജറി വേണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് സാറിൻ്റെ അടുത്ത് വന്ന്, ഡോക്ടർ മൃണാളിൻ്റെ അടുത്ത് വന്ന് ഒരു സജഷൻ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ആളൊരു ഹോപ്പ് വെച്ച് വന്നതായിരുന്നു.
ബട്ട് സാറും പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലപ്പോൾ അതായിരുന്നു. അപ്പം എന്തേലും ഒരു ഹോപ്പ് ഉണ്ട് എൻ്റെ കാര്യത്തിന് സാറ് ഒന്നും പറഞ്ഞില്ല, മോളെ ശരിയാവും, നീ വിഷമിക്കരുത്, ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് എനിക്ക് സാറിനെ കണ്ടപ്പോൾ അപ്പം തന്നെ ഒരു ആശ്വാസം ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ മരുന്ന് മേടിച്ചു, 3 മാസത്തേക്കുള്ള മരുന്ന് മേടിച്ച്. പിന്നെ ഇതിനും ഫിസിയോതെറാപ്പി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എന്താ ഗുളിക. ഞാൻ വിചാരിക്കുന്നു ഗുളിക കഴിക്കുന്നു, ഇത് കംപ്ലീറ്റ് നിൽക്കുന്നു, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. സാർ എനിക്ക് ഒരു പെയിൻ കില്ലർ പോലും തന്നില്ല. അപ്പം ആകെ എനിക്ക് തന്നത് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ്, കാൽഷ്യം ടാബ്ലറ്റ്സ്, ഇത് മാത്രമാണ് എനിക്ക് തന്നത്. ഇതെനിക്ക് കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇതിന് പെയിനായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് സെൻറ്ററിൽ പോയി. എനിക്ക് അവിടെ അവർ ഒരു 5 സെഷൻസോളം ഫസ്റ്റ് ഇലക്ട്രിക് സ്റ്റിമുലേഷൻസ് വെച്ച് തന്നു. ഇലക്ട്രിക് സ്റ്റിമുലേഷൻസും പിന്നെ കുറച്ച് എക്സസൈസും കൂടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ റിയൽ ഒരു ഒരു പെയിൻ ജേണി എന്ന് പറയാം, പെയിൻ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എനിക്ക് എൻ്റെ യഥാർത്ഥ പെയിൻ ഇൻക്രീസ് ആയത്. അപ്പോൾ ഞാൻ ടോട്ടലി വീട്ടിലാണ്. പിന്നെ എന്നെ ഒരു സാധനം കുനിഞ്ഞ് ചെയ്യരുത് എന്ന് എന്നോട് ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നു. കുനിഞ്ഞൊന്നും ചെയ്യരുത്, വെയിറ്റ് എടുക്കാൻ പാടില്ല, ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ വെയിൽ കൊള്ളുക, രാവിലത്തെ വെയിൽ കൊള്ളുക. അപ്പം ഞാൻ രാവിലെ എണീക്കും, വെയിൽ കൊള്ളും, കുറച്ചൊരു അരമണിക്കൂറോളം ഞാൻ പുറത്തിരുന്ന് വെയിൽ കൊള്ളും. വെയിറ്റ് തീരെ എടുക്കാൻ പാടില്ല. എൻ്റെ ഫാദറും മദറും അത് അവർ കെയർഫുൾ ചെയ്തൊരു കാര്യമായിരുന്നു, എന്നെക്കൊണ്ട് വെയിറ്റ് എടുപ്പിക്കില്ലായിരുന്നു. പിന്നെ ദിവസവും രാവിലെയും രാത്രിയും ഈ എക്സസൈസ് നിർബന്ധമായി ചെയ്യണമെന്ന് എന്നോട് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ എടുത്ത സമയത്തും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സെയിം കാലിൻ്റെ അടി പെയിന്, കാലിലടിയൊക്കെ മറ്റേ തീയിലിട്ട പോലുള്ളൊരു ഫീലിങ്, പിന്നെ ഇരിക്കാൻ പറ്റാനുള്ള ബുദ്ധിമുട്ട്, കിടക്കുമ്പോൾ ഒരു സൈഡ് മാത്രം കിടക്കാൻ പറ്റുന്നില്ല, നേരെ കിടന്നാൽ ഭയങ്കര പെയിൻ, ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഇഷ്യൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഈ വേദന കുറക്കാന്നുള്ളതുകൊണ്ട് ഞാൻ എക്സസൈസ് റുട്ടീനും എവിടെ പോയാലും എങ്ങനെ പോയാലും ഞാനത് രാവിലെ രാത്രി എന്തായാലും ചെയ്യും എന്നുള്ളത് ആയി തന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ആളെനിക്ക് കുറച്ച് എക്സസൈസസ് ഒക്കെ പറഞ്ഞു തന്നു. ഞാൻ എക്സസൈസ് നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം, വീഡിയോസോ അല്ലെങ്കിൽ ഇമേജ് ഇട്ടിട്ട് ഞാൻ ഇത് പറഞ്ഞുതരാം. ഫിസിയോതെറാപ്പി 5 സെഷൻസ് കഴിഞ്ഞ് ബാക്കി വീട്ടിൽ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു തന്നു. എക്സസൈസ് പറഞ്ഞു വിട്ട് വീട്ടിൽ നിന്ന് ചെയ്തു. അങ്ങനെ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ എക്സസൈസുകൾ ചെയ്തു, പിന്നെ എന്തൊക്കെ അവോയ്ഡ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ബാക്ക് പെയിൻ ഓവർകം ചെയ്തു എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ സ്റ്റോറി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.